നിസ്കാരത്തിൽ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? സുബ്ഹാനല്ലാഹ്, തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. മുഴുവൻ കാഴ്ചകളും അല്ലാഹുവിന് സമർപ്പിച്ചതിന് ശേഷം അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നു. നബി തങ്ങൾക്ക് ഡയറക്റ്റ് സലാം പറയുന്നു. ഇവിടെ എല്ലാ പുത്തൻവാദികളും എന്ന് പറയുന്നത് എന്താണ്? മരിച്ചുപോയവരെ വിളിക്കാൻ പറ്റൂല, അതേ വഫാത്തിന് മുമ്പ് വിളിക്കാൻ, ശേഷം വിളിച്ചൂടാ. എങ്കിൽ നിസ്കരിക്കൽ എങ്ങനെയാണ് സുഹൃത്തേ? നിസ്കാരത്തിൽ തന്നെ റസൂലുള്ളാഹിനെ വിളിക്കണമല്ലോ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. യഥാർത്ഥത്തിൽ വളരെ ബാലിശമായ ഒരു തെളിവാണ് ഇദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചത് എന്ന് എല്ലാവരേക്കാൾ അദ്ദേഹത്തിന് തന്നെ ബോധ്യമുണ്ട്. അള്ളാഹു അല്ലാത്ത വിളിച്ച് തേടാൻ യാതൊരു തെളിവുമില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ഓരോന്ന് തിരഞ്ഞുപിടിച്ച് അതിനടത്തിയെടുത്ത് സ്വന്തമായ കുറേ പൊടിപ്പും തൊങ്ങലും വെച്ച് വലിച്ചു നീട്ടി തെളിവാക്കി മാറ്റാനാണ് ഇത്തരം ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു വ്യക്തമായി പറഞ്ഞ കാര്യമാണ്, അള്ളാഹുവിന് പുറമെ മറ്റൊരു ആരാധ്യനെ വല്ലവനും ദുആ ചെയ്യുന്നുവെങ്കിൽ അവൻ അതിന് യാതൊരു തെളിവുമില്ല എന്ന് അള്ളാഹു പറയുമ്പോൾ പിന്നെ തെളിവാണ് എന്ന് പറഞ്ഞു കൊണ്ടുവരുന്നതൊക്കെ യഥാർത്ഥത്തിൽ തെളിവല്ല എന്ന് യാതൊരു സംശയം നമുക്കാർക്കുമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിസ്കാരത്തിൽ നബി വിളിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അള്ളാഹുവിനെ വിളിക്കാം, തെളിവാണ് ഈ ഒരു തേട്ടം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം. യഥാർത്ഥത്തിൽ ഈ ഒരു സലാം, അത്തഹിയാത്തിൽ നബി അഭിസംബോധന ചെയ്യുന്ന സലാം ഇത് പഠിപ്പിച്ചതാരാ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ അത്തഹിയാത്തിൽ നബിയാണ് ചൊല്ലിയത്. അപ്പം നബി തങ്ങൾ അത്തഹിയാത്തിരിക്കുമ്പോൾ നബി തങ്ങൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയുന്നു. അപ്പം നബി സ്വന്തത്തോട് തന്നെ വിളിച്ച് തേടി എന്നാണോ ഇദ്ദേഹം അത് ന്യായം പറയുക? ഈ നബി ഇമാം നിൽക്കുമ്പോൾ സഹാബിമാർ മുന്നിട്ടുണ്ട്. ഇവിടെ നബിയും സഹാബിമാരും ഇതേ കാര്യം പറയുന്നു. ഇത് ജീവിതകാലത്ത് സലാം പറയുന്ന അതേ വകുപ്പും അതേ ഹുക്കുമാണിതെങ്കിൽ പ്രതിയുള്ള സഹാബിമാർ അസ്സലാമു അലൈക അയ്യുഹൻ നബി പറയുമ്പോൾ മുമ്പേ നബിക്ക് മടക്കി നിർബന്ധമല്ലേ? വലൈക്കും സലാം പറയണ്ടേ? ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ഒരു പ്രത്യേകമായ നബിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നതാണ്. അത് നിസ്കാരത്തിൻ്റെ ഭാഗമായി നബി ഞങ്ങൾ പഠിപ്പിച്ചു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ അഭിസംബോധന വന്നു എന്നുകൊണ്ടൊക്കെ അത് വിളിയാണ്, അതുകൊണ്ട് വിളിക്കാൻ പറ്റും, തേടാൻ പറ്റുമെന്നാണെങ്കിൽ ഏതെല്ലാം സന്ദർഭത്തിൽ ഇത്തരം അഭിസംബോധനയുണ്ട്. ഇപ്പോൾ മാസപ്പിറവി കണ്ടാൽ ഉള്ള പ്രാർത്ഥനയിൽ കാണാം, റബ്ബി വറബ്ബുക്കല്ല. ചന്ദ്രനോട് റബ്ബി വറബ്ബുക്കല്ല, എൻ്റെ റബ്ബും നിൻ്റെ റബ്ബും അല്ലാഹു ആകുന്നു. ഈ ഉസ്താദ് വേണമെങ്കിൽ എന്ത് പറയാം? ചന്ദ്രനെ കാക്കണേ എന്ന് പറയാൻ തെളിവാണ്, ഹദീസുണ്ട്, സ്വഹിയാണ്, നമ്പറും പേജുകൾ പറഞ്ഞിട്ടാകണ്ടോ റബ്ബി വറബ്ബുക്കല്ല എല്ലാ മുസ്ലിം പറയുന്നില്ലേ എന്ന് ഇതേപോലെ പഠിപ്പിക്കുന്നത് വെച്ച് പറഞ്ഞാൽ ഒരാൾക്ക് വേണമെങ്കിൽ സൂര്യനോട് ചന്ദ്രനോടൊക്കെ തേടാൻ ഇതേപോലെ തെളിവുണ്ടാക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല.